ഹായ് ഫ്രണ്ട്സ്, ഗിദെയോനും ശക്തനായ ദൂതനും എന്ന കഥയിന്ന് കേട്ടാലോ? വളരെ കാലം മുമ്പ് ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ മറന്നുപോയി. അത് ദൈവത്തെ വല്ലാതെ വിഷമിപ്പിച്ചു. അതുകൊണ്ട് മിദ്യാന്യർ എന്ന പേരുള്ള വളരെ ദുഷ്ടരായ ഒരു കൂട്ടം ആളുകൾ അവരുടെ നാട്ടിൽ വന്നു. മിദ്യാന്യർ വലിയ ശല്യക്കാരായിരുന്നു. അവർ തങ്ങളുടെ ഒട്ടകങ്ങളിലും മൃഗങ്ങളിലും കൂടി വന്ന് ഇസ്രായേലരുടെ എല്ലാ ഭക്ഷണവും മോഷ്ടിച്ചു. വിളവെടുപ്പിന് പാകമാകുമ്പോൾ അവർ വന്ന് എല്ലാം കൊണ്ടുപോകുമായിരുന്നു. ഗോതമ്പ്, മുന്തിരി, ആടുകളും പശുക്കളും പോലും. ഇസ്രായേലിയർക്ക് കഴിക്കുവാൻ ഒന്നും ശേഷിച്ചില്ല. മിദ്യാനിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇസ്രായേലിയർക്ക് ഗുഹകളിലും മലകളിലും ഒളിത്താവളങ്ങളിലും കഴിയേണ്ടി വന്നു. 7 വർഷം ഇങ്ങനെ കഴിഞ്ഞുപോയി. ഇസ്രായേലിയർ ദൈവത്തോട് നിലവിളിച്ചു. അവർക്ക് വളരെ ഭയവും വേദനയും ഉണ്ടായി. ഗിദെയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ അപ്പോൾ ഗോതമ്പ് മെതിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. മിദ്യാന്യർ കാണാതിരിക്കേണ്ടതിനും തൻ്റെ അല്പഭക്ഷണം മോഷ്ടിക്കാതിരിക്കേണ്ടതിനും വേണ്ടി വീഞ്ഞുണ്ടാക്കുന്ന സ്ഥലത്ത് ഒളിച്ചിരുന്നു. പെട്ടെന്ന് ഒരു പ്രത്യേക അതിഥി പ്രത്യക്ഷപ്പെട്ടു. അത് ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. ദൂതൻ ഗിദെയോനെ നോക്കി പറഞ്ഞു, ഹേ പരാക്രമശാലി, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഗിദെയോൻ വളരെ ഭയപ്പെട്ടു. പരാക്രമശാലിയോ? അവൻ ചിന്തിച്ചു. അവന് ഒട്ടും ശക്തിയുള്ളവനായി തോന്നിയില്ല. അവൻ ദൂതനെ നോക്കി പറഞ്ഞു, ക്ഷമിക്കണം, പക്ഷേ ദൈവം ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മോശം കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്? ഞങ്ങളുടെ മാതാപിതാക്കൾ ദൈവം ചെയ്തിരുന്ന അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. മിദ്യാനിയർ എല്ലാം കൊണ്ടുപോകുന്നു. ദൈവം ഞങ്ങളെ വിട്ടു പോയെന്നാ തോന്നുന്നത്. ദൂതൻ ഗിദെയോനെ വളരെ ദയയോടെ നോക്കി. എന്നാൽ ദൈവം ദൂതനിലൂടെ സംസാരിക്കുകയായിരുന്നു. നിനക്കുള്ള ശക്തിയോടുകൂടി പോക, നീ ഇസ്രായേലിനെ മിദ്യാനിൽ നിന്ന് രക്ഷിക്കും. ഞാൻ നിന്നെ അയക്കുകയാണ്. ഗിദെയോൻ കൂടുതൽ ആശയക്കുഴപ്പത്തിലായി. ഞാനോ? അവൻ ചോദിച്ചു. എനിക്കെങ്ങനെ കഴിയും ഇസ്രായേലിനെ രക്ഷിക്കുവാൻ? എൻ്റെ കുടുംബം ഞങ്ങളുടെ ഗോത്രത്തിൽ ഏറ്റവും ദുർബലരാണ്. എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയവനാണ് ഞാൻ. ഞാനൊരു സാധാരണ കർഷകൻ മാത്രമാണ്. എന്നാൽ അവനെ നോക്കി പറഞ്ഞു, ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ ഉണ്ടാകും. ഞാൻ നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് നീ ഒരു വ്യക്തിയോട് യുദ്ധം ചെയ്യുന്നത്ര എളുപ്പത്തിൽ മിദ്യാന്യരെ തോൽപ്പിക്കും. ഗിദെയോൻ ഭയന്നെങ്കിലും ദൈവം തന്റെ ഓരോ ചുവടിലും കൂടെയുണ്ടാകുമെന്ന് അവന് ഉറപ്പായി. അതുതന്നെയാണ് എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കിയത്. ഈ കഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മൾ എത്ര ചെറുതോ ദുർബലരോ ആണെന്ന് തോന്നിയാലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്നതാണ്. ദൈവം നമ്മിൽ വിശ്വസിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യശാലികളാകുവാനും ഭയത്തെ അതിജീവിക്കുവാനും സാധിക്കും.